എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ അമ്പാടിയിലെ ഉണ്ണിക്കണ്ണൻ്റെ ഒരു ലീലയെക്കുറിച്ച് പറയാം. അമ്പാടിയിൽ ഉണ്ണിക്കണ്ണൻ ഗോപബാലന്മാരുമൊത്ത് കളിച്ച് ക്ഷീണിച്ച് അമ്മയുടെ മുമ്പിലെത്തി. കണ്ണന് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. യശോദാമ്മയാണെങ്കിലോ അപ്പോൾ തൈര് കടയുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വാത്സല്യനിധിയായ ആ അമ്മ തൈര് കടയുന്നത് നിർത്തിവച്ചു. എന്നിട്ട് ഉണ്ണിക്കണ്ണനെ എടുത്ത് തൻ്റെ മടിയിൽ കിടത്തിയിട്ട് മുലയൂട്ടാൻ തുടങ്ങി. അപ്പോഴുണ്ട് അടുപ്പത്ത് വച്ചിരുന്ന പാൽ തിളച്ചു പൊങ്ങാൻ തുടങ്ങി. ഇത് കണ്ട യശോദാമ്മ കണ്ണനെ പെട്ടെന്നെടുത്ത് മടിയിൽ നിന്നും മാറ്റി താഴെ ഇരുത്തിയിട്ട് അടുക്കളയിലേക്ക് പോയി. അമ്മിഞ്ഞപ്പാൽ നുണയാൻ തുടങ്ങിയതേയുള്ളൂ. അപ്പോഴേക്കും അമ്മ ഇട്ടേച്ചു പോയി. ഉണ്ണിക്കാണെങ്കിലോ വല്ലാത്ത നിരാശ തോന്നി. നിരാശ ക്രമേണ ദേഷ്യമായി പരിണമിച്ചു. ഉണ്ണി ഒരു കല്ലെടുത്ത് തൈർക്കുടത്തിൽ ഒരൊറ്റ ഏറ് വെച്ചു കൊടുത്തു. തൈർക്കുടം പൊട്ടി. യശോദാമ്മ അടുക്കളയിൽ നിന്നും തിരികെ എത്തിയപ്പോൾ കണ്ട കാഴ്ച, തൈർക്കുടം പൊട്ടിച്ചിതറിക്കിടക്കുന്നു. കണ്ണനെ അവിടെ എങ്ങും കാണുന്നുമില്ല. തിരഞ്ഞു ചെന്നപ്പോഴുണ്ട് കണ്ണൻ മരം കൊണ്ടുള്ള ഉരൽ കമിഴ്ത്തിയിട്ട് അതിൽ കയറി നിന്ന് മച്ചിൽ നിന്നും തൂങ്ങിക്കിടക്കുന്ന ഉറിയിലെ കലത്തിൽ നിന്നും വെണ്ണയെടുത്ത് സ്വയം കഴിക്കുകയും കുറച്ച് അവിടെ എത്തിയ കുരങ്ങന്മാർക്കും മറ്റും നൽകുന്നു. യശോദാമ്മ ഒരു വടിയെടുത്ത് കയ്യിൽ പിടിച്ച് കണ്ണൻ കാണാതെ പുറകിലൂടെ എത്തി. ഉണ്ണി പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴുണ്ട് അമ്മ വടിയുമായി പുറകിൽ. പിന്നെ ഒട്ടും താമസിച്ചില്ല. അവിടുന്ന് എടുത്ത് ചാടി ഒരൊറ്റ ഓട്ടം. യശോദാമ്മയാണെങ്കിലോ കണ്ണനെ പിടികൂടാൻ പുറകെ ഓടുന്നു. യോഗികൾക്കും പരമജ്ഞാനികൾക്കും പോലും എളുപ്പമൊന്നും പിടികൊടുക്കാത്ത പരമ്പൊരുളായ ഭഗവാൻ, അത് സാക്ഷാൽ പരമാത്മാവാണെന്നറിയാതെ യശോദാമ്മ ഇട്ട് ഓടിക്കുന്നു. കണ്ണനുണ്ടോ പിടികൊടുക്കുന്നു. തളർന്ന അവശയായ യശോദാമ്മ കിതച്ചുപോയി. തൻ്റെ അമ്മയുടെ ദയനീയമായ അവസ്ഥ കണ്ട് മനസ്സലിഞ്ഞ കണ്ണൻ പിടികൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. പിടികൊടുത്ത കണ്ണൻ മുഖം കൂർപ്പിച്ച് ഭയചകിതനെ പോലെ അഭിനയിച്ചു. വാത്സല്യനിധിയായ ആ അമ്മ തൻ്റെ ഓമനപുത്രൻ്റെ ഭയം കണ്ട് വടി പെട്ടെന്ന് തന്നെ ഉപേക്ഷിച്ചു. എന്നിരിക്കലും അവൻ ഇനിയും വല്ല കുസൃതിയും ഒപ്പിച്ചാലോ? അതിനാൽ അവനെ ഉരലിൽ കെട്ടിയിടാൻ ആ അമ്മ തീരുമാനിച്ചു. ഉരലും വയറുമായി ചേർത്തുകൊണ്ട് കയർ കൊണ്ട് ബന്ധിക്കാൻ യശോദാമ്മ പലവരു ശ്രമിച്ചെങ്കിലും നടന്നില്ല. എന്നാൽ കണ്ണൻ അമ്മയെ ഇനിയും പരീക്ഷിക്കണ്ട എന്ന് തീരുമാനിച്ചുറച്ച് അമ്മയ്ക്ക് കെട്ടാനായി വെറുതെ നിന്നുകൊടുത്തു. അങ്ങനെ യശോദാമ്മ കണ്ണൻ്റെ ഉദരത്തെ ദാമം അഥവാ കയർ കൊണ്ട് ഉരലുമായി ബന്ധിച്ചു. അന്നു മുതൽ എണ്ണിയാലൊടുങ്ങാത്ത നാമങ്ങളുള്ള നാരായണന് മറ്റൊരു നാമം കൂടി വന്നു. ഉദരത്തെ ദാമം അഥവാ കയർ കൊണ്ട് ബന്ധിക്കപ്പെട്ടവൻ എന്നർത്ഥം വരുന്ന ദാമോദരൻ. കെട്ടിക്കഴിഞ്ഞ് അമ്മ അടുക്കളയിലേക്ക് പോകേണ്ട താമസം കണ്ണൻ ഉരലും വലിച്ചുകൊണ്ട് ഓടാൻ തുടങ്ങി. കണ്ണൻ നോക്കുമ്പോഴുണ്ട് തൻ്റെ മുമ്പിൽ 2 മരുത് വൃക്ഷങ്ങൾ അടുത്തടുത്ത് നിൽക്കുന്നു. എന്നാൽ പിന്നെ അതിനിടയിലൂടെ ആവാം ഉരലും വലിച്ചുള്ള ഇനിയുള്ള ഓട്ടം എന്ന് കണ്ണനും തീരുമാനിച്ചു. കണ്ണൻ്റെ ഓരോരോ കുസൃതികളെ പരമ്പൊരുളായ എല്ലാം അറിയുന്ന ഭഗവാന്റെ ഒരു ലീലയുടെ തുടക്കമായിരുന്നു അത്. ശാപം കിട്ടിയ 2 ജന്മങ്ങളെ, അതായത് നളകുബേരനും മണിഗ്രീവനും 2 മരുതുവൃക്ഷങ്ങളായി മാറിയതാണ്. ശാപവിമുക്തരാക്കാൻ ഭഗവാൻ നടത്തിയ ഒരു നാടകം മാത്രമായിരുന്നു ആ തൈർക്കുടം പൊട്ടിക്കലും തുടർന്നുള്ള സംഭവങ്ങളും. പാവം യശോദാമ്മയുണ്ടോ ഇതൊക്കെ അറിയുന്നു? വദനം മധുരം കോടി സൂര്യ സമപ്രഭം, നയനം മധുരം അംബുജലോചനം, ശ്രവണം മധുരം മുരളിനാഥ ഗാനപ്രദം, കാരുണ്യം മധുരം ഭാവയേ വാസുദേവം,
എൻ്റെ കണ്ണ, ഗുരുവായൂരപ്പ, ഹരേ കൃഷ്ണ, ശരണം തവ ചരണം. എല്ലാം ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ കണ്ണൻ തന്നെ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. നന്ദി.